കൂട്ടുകാരെ, ഇതൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ്. ഗോൾഡ് A543 ഒരു ക്ലാസ് ഡി സീരീസിൽ പെട്ട കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് RMS വാട്ട്സ് വരുന്നത് 120 വാട്ട്സാണ്. നമ്മുടെ ഉള്ളം കയ്യിൽ ഒതുങ്ങാവുന്ന ചെറിയ ഒരു ബോർഡാണിത്. ഇതിൽ നമ്മൾ ഇൻപുട്ട് വാട്ട് കൊടുക്കേണ്ടത് DC വാട്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് 12 തൊട്ട് 24 വരെ, 8 തൊട്ട് 24 വരെ എഴുതിയിട്ടുണ്ട്. 8 വാട്ടിലൊന്നും ആംപ്ലിഫയർ ഓണാകാൻ കൂടിയില്ല. 12 തൊട്ട് 24 വാട്ട് വരെ നമുക്ക് കൊടുക്കാം. ഒരു 5 ആംപിയർ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ ബോർഡ് വർക്ക് ചെയ്യും. 120 വാട്ട്സാണ് ഇതിൻ്റെ RMS ഔട്ട്പുട്ട് പറയുന്നത് കമ്പനി. അപ്പോൾ ഇതിൽ തന്നെ ചെറിയൊരു ഗെയിൻ സെക്ഷൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. IC ഒക്കെ വെച്ച് 2 പ്രീസെറ്റൊക്കെ കൊടുത്ത് ഗെയിൻ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അഡീഷണലായിട്ട് ഒരു ഗെയിനർ ബോർഡ് വെക്കേണ്ട ആവശ്യം ഈ ബോർഡിന് വരുന്നില്ല. പിന്നെ ഒരു ഇൻപുട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ലെഫ്റ്റ് ഇൻപുട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്സ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയും ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാം. പിന്നെ ഈ 3 പിന്നിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു വോളിയം കൺട്രോളർ വെച്ചോ അല്ലെങ്കിൽ ഒരു ബാസ് ട്രബിൾ ബോർഡ് വെച്ചോ അങ്ങനെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ BT ബോർഡിൽ നിന്നോ USB ബോർഡിൽ നിന്നോ കണക്ഷൻ കൊടുക്കാൻ ആ ഒരു സോക്കറ്റിൽ നമുക്ക് കഴിയും. അപ്പോൾ ഈ കാണുന്ന 2 പച്ച സോക്കറ്റാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. പൊളാരിറ്റി ഉണ്ട് ഇതിന്, പ്ലസും മൈനസും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ക്ലാസ് ഡി ബോർഡുകളുടെ പ്രത്യേകതയാണത്. പിന്നെ ഈ ബോർഡ് നമ്മൾ കണക്ഷൻ കൊടുത്ത് ഓണാക്കുന്നതിന് മുന്നേ സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ട് വേണം ഈ ബോർഡ് ഓണാക്കാൻ, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. വളരെ ഗെയിനോട് കൂടിയ ഒരു 120 വാട്ട്സ് ആംപ്ലിഫയർ, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരു ചെറിയൊരു ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ ഇത് ധാരാളം മതി. ഒരു 5 ആംപിയർ 24 വാൾട്ട് SMPSോ ട്രാൻസ്ഫോർമറോ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന, നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ ബോർഡുകളെല്ലാം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. റേറ്റ് ഞാൻ പറയുന്നില്ല. റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവും. അത് കാരണം കൊണ്ട് റേറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്പർ ഇവിടെ താഴെ കൊടുക്കാം. ഈ കാണുന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം, റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമുക്ക് ഇടാം. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ഇതൊരു SMPS ബോർഡാണ്. ഇപ്പോൾ കാണിച്ച ആംപ്ലിഫയർ ബോർഡിന് കറക്റ്റായിട്ട് സൂട്ടാകുന്ന ഒരു ബോർഡാണ് ഇത്. 24 വാൾട്ട് ഒരു 4 ആംപിയർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ബോർഡിന് സപ്പോർട്ടാകുന്ന ഒരു SMPS ബോർഡാണിത്. DC 24 വാൾട്ട് 4 ആംപിയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്താണ് ഇതിൻ്റെ AC സപ്ലൈ കൊടുക്കേണ്ടത്. 220 വാട്ട് AC സപ്ലൈ ഇതിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയാണ് DC ഔട്ട്പുട്ട് കിട്ടുന്നത്, മൈനസ് പ്ലസ് DC ഔട്ട്പുട്ട് കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓവർ ഹീറ്റ് കട്ട് ഓഫ് വരുന്നുണ്ട്, പിന്നെ ഷോർട്ട് സർക്യൂട്ട് കട്ട് ഓഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു SMPS ബോർഡാണിത്. നമ്മൾ ഇപ്പോൾ കാണിച്ച ബോർഡിന് കറക്റ്റ് മാച്ചിങ് ആവുന്ന
ഒരു SMBS ബോർഡാണിത്. ഈ ബോർഡും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ബോർഡും ആംപ്ലിഫയർ ബോർഡും വെച്ചിട്ട് നമുക്കൊരു വർക്കിംഗ് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.